അപ്പൊ ഇതാ അതിന്റെ ചീര ഇങ്ങനെ വളർന്ന് വളർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും ചീരയിൽ ഇങ്ങനെ ഓരോ പുഴുക്കൾ ഇങ്ങനെ കടിച്ച പോലെ, പുഴുക്കടിയാണോ ഇങ്ങനെ ഇലപ്പുള്ളി രോഗം എന്നൊക്കെ പറയുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇലകളിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഈ ഇലകൾ മുറിഞ്ഞു പോയതായിട്ടും ഇലയുടെ ഇടക്കുന്ന ഭാഗങ്ങൾ ഇല്ലാതായിട്ടും അങ്ങനെ കണ്ട്. അപ്പോഴാണ് എനിക്ക് വന്നൊരു കമന്റ് ഞാൻ കാണുന്നത്, പച്ചച്ചാണകവും ശീമക്കൊന്നയുടെ ഇലയും കുറെ വെള്ളത്തിൽ ചീയിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ ചീരക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പൊ അത് അയച്ചെന്ന് ചേച്ചിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാനത് അങ്ങനെ ചെയ്തിട്ട് ഇനിയിപ്പോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആ വെള്ളം എടുത്തിട്ട് അതിന്റെ ഇരട്ടി കുറേ വെള്ളം, എത്രമാത്രം എനിക്ക് അതിന്റെ അളവൊന്നും ഞാൻ എടുത്തില്ല. ഞാനൊരു ബക്കറ്റിലേക്ക് ഇത്രത്തോളം എടുത്തിട്ട് അതിലേക്ക് ആ ബക്കറ്റ് നിറയണ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു. അധികം കൂടിപ്പോയാൽ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇലയിലും ചോട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ അയക്കുന്ന എല്ലാ കമൻറ്റിനും ഞാൻ കാണാറുണ്ട്, എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ഇതുപോലെ ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾ എനിക്ക് പാസ് ചെയ്യണം. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അയച്ചു തന്ന ചേച്ചിയോട് താങ്ക് യു സോ മച്ച്. ഇനിയും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ.